ഹലോ മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ മാക്സ്വെൽ എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കണ്ടെത്തിയെന്ന് പഠിച്ചായിരുന്നു അല്ലേ? അവിടെ നമ്മൾ എന്താ പഠിച്ചേ? മാക്സ്വെൽ ആണെങ്കിൽ ആംപിയർ സർക്യൂട്ട് ലോയെ മോഡിഫൈ ചെയ്തു. അപ്പോൾ മാക്സ്വെൽ എങ്ങനെയാണ് ആംപിയർ സർക്യൂട്ട് ലോ മോഡിഫൈ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ഓഫ് ഐക്ക് പകരം അദ്ദേഹം പറഞ്ഞു ഐ സി കണ്ടക്ഷൻ കറണ്ട് എന്തുണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എന്താണത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. സോ ഇതിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് കാര്യം മനസ്സിലായി? ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെയാണെങ്കിൽ ഫാരഡേസ് ലോ കടമെടുത്തു. ഫാരഡേസ് ലോ എന്താ പറഞ്ഞത്? EMF which is equal to minus d phi divided by dt ആണ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സ് ആണ്. ഇത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് which is equal to minus d phi b divided by dt ആണ്. അല്ലേ? ഈ ബി എന്ന് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന് പറഞ്ഞാൽ ബി ഇട്ടത് കേട്ടോ, അല്ല ഇൻറ്റു ബി അല്ലേ? ശരി. ഇനി എന്താണ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് which is equal to ഇന്റഗ്രൽ E ഡോട്ട് ഡി എൽ ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ അങ്ങനെയെങ്കിൽ പറഞ്ഞേ ഇന്റഗ്രൽ E ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബി ഡിവൈഡ് ബൈ ഡി ടി. സോ ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ ഇത് രണ്ട് ഇക്വേഷൻ ഓക്കെ. ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കാൻ കഴിയും. ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയും. സോ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന മൂലം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ്. ഈ ചേഞ്ച് ചെയ്തതിന് മൂലം എന്തുണ്ടാവുന്നുണ്ട്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കണ്ടോ? ചേഞ്ചിന് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. സോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ? ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. മാറ്റി വരയ്ക്കാം. ഇത് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഓക്കെ, നോക്ക് മക്കളെ, ഇവിടെ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അതുപോലെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ എന്തുണ്ടാക്കും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ശരിയാണോ? ഈ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ ക്രിയേറ്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യും. സോ നമുക്ക് തോന്നും എന്ത് ഫോമിൽ തോന്നും? നമുക്ക് ഒരു വേവിന്റെ ഫോമിൽ എന്ത് ചെയ്യും? നമുക്ക് ഇത് തോന്നും. എന്താണ്? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇതെന്താണ്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണോ? വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. സോ ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെയും ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെയും പ്രൊപ്പഗേറ്റ് ചെയ്യും, അല്ലെ ഉണ്ടാക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ ഒരു വേവ് ഉണ്ടാവും. ആ വേവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, EM വേവ്. നമ്മൾ ഈ EM വേവിന്റെ പ്രോപ്പർട്ടിയാണ് പഠിക്കാൻ പോണത്. നമ്മൾ എന്താണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത്? എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടിയാണ് പഠിക്കാൻ പോണത്. ഓക്കെ, പഠിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് EM വേവ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്, ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. എന്താണ് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുകയാണ്. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാണ്? അത് കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രസ്റ്റ് ഉണ്ടാവും, ട്രഫ് ഉണ്ടാവും. ക്രസ്റ്റും ട്രഫും ഉണ്ടാക്കിയാണ് ആര് സഞ്ചരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ്. ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ക്രസ്റ്റും ട്രഫും ഉണ്ടാക്കിക്കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്നതാണത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. മീനിങ് ദ ഓസിലേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓസിലേഷൻ എന്താണ്? പൊങ്ങിയും താഴെയും ചെയ്യുന്നതാണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. ദ ഓസിലേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. ശരിയാണോ? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. സോ വേവ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? വേവ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വെലോസിറ്റി ഇങ്ങനെയാണ്. സോ ഇതിന് പെർപെൻഡിക്കുലർ ആണ് ആര്? ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻ. അതിന് പെർപെൻഡിക്കുലർ ആണ് ആര്? മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേഷൻ.
സോ ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആരൊക്കെയാണ്? വെലോസിറ്റി, നമുക്ക് സി എന്ന് എഴുതാം. ഇതെല്ലാം പോകുന്നത് എന്താണ്? ലൈറ്റിന്റെ വെലോസിറ്റിയാണ്. ലൈറ്റ് ഇറ്റ്സെൽഫ് ഈസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഓക്കെ, സോ എന്താണ് വെലോസിറ്റി? കണ്ടോ, ഇത് വെലോസിറ്റി എന്താണ്? അത് ഇങ്ങോട്ടാണ് വെലോസിറ്റി. ആ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ് ആരെന്ന് പറഞ്ഞാൽ വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഓസിലേഷൻ. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പൊ ട്രാൻസ്വേഴ്സിന്റെ പ്രത്യേകത എന്താണ്? വേവ് സഞ്ചരിക്കുമ്പോൾ പാർട്ടിക്കിൾസിന്റെ മീഡിയം എങ്ങനെ വൈബ്രേറ്റ് ചെയ്യേണ്ടത്? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യണം? പാർട്ടിക്കിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. സോ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്? എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ശരി. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ്? അടുത്ത പ്രോപ്പർട്ടി എന്താണ്? അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ മൂന്നിനെയും റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഇത് മൂന്നിനെയും റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാനും കഴിയും. അടുത്തത് ഇൻ വാക്വത്തിലാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. സോ ഇതിന്റെ ഇക്വേഷൻ ഇതാണ്, സി വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സി എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറയാം. സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആ മീഡിയത്തിന്റെ മ്യൂ, ആ മീഡിയത്തിന്റെ എപ്സിലോൺ. അപ്പം ഇത് ഫ്രീ സ്പേസ് വാക്യൂം ആണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എത്രയായിരിക്കും? വാക്യൂം ആണെങ്കിൽ സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വാക്വത്തിലെ എപ്സിലോൺ 0 മ്യൂ 0 മക്കളെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് ഓഫ് ലൈറ്റ് കിട്ടും. സോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെങ്കിൽ ഒരു മീഡിയത്തിലൂടെ കടന്നു പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, അത് മീഡിയത്തിലൂടെ കടന്നു പോവുകയാണ്. ആ മീഡിയത്തിന്റെ ആണെങ്കിൽ മ്യൂസ്, അതുപോലെ ആ മീഡിയത്തിന്റെ ആണെങ്കിൽ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയുടെയും 1/√, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ആ സ്പീഡ് കിട്ടും, ആ വേവിന്റെ സ്പീഡ് കിട്ടും. സോ വാക്വത്തിൽ എത്രയായിരിക്കും? 1 ഡിവൈഡ് ബൈ റൂട്ട് മ്യൂ 0 എപ്സിലോൺ 0 ആയിരിക്കും. അത് ആർക്ക് ഈക്വൽ ആണ്? സ്പീഡിന് ഈക്വൽ ആണ്, സ്പീഡ് ഓഫ് ലൈറ്റിന് ഈക്വൽ ആണ്. ശരി, അടുത്ത പ്രോപ്പർട്ടി എന്താണ്? സോ പ്രോപ്പർട്ടി പറഞ്ഞു 1, 2, 3. അടുത്ത പ്രോപ്പർട്ടി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഡു നോട്ട് റിക്വയർ എ മീഡിയം, they can even propagate through vacuum. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. അതിന് വാക്വത്തിലൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയും. ഓഫ് കോഴ്സ് ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? വാക്വത്തിലൂടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയും. ദേ ക്യാരി എനർജി ആൻഡ് മൊമെന്റം. ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യും? എനർജി ക്യാരി ചെയ്യാൻ കഴിയും, ഇല്ലേ? എനർജി ഡെൻസിറ്റി ഒക്കെ പഠിച്ചാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി പഠിച്ചാണ് നമ്മൾ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിനും എനർജി ഡെൻസിറ്റി ഉണ്ടായിരുന്നു. ഒരു കപ്പാസിറ്ററിന് ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. കപ്പാസിറ്ററിന് ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ സ്റ്റോർ എനർജി. ഒരു ഇൻഡക്ടറിൽ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ട്? എനർജി സ്റ്റോർ ചെയ്യാൻ കഴിവുണ്ട്. ഇറ്റ് ക്യാൻ സ്റ്റോർ എനർജി. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പിനേഷൻ ആണ്. ഓഫ് കോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ സ്റ്റോർ എനർജി, മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ സ്റ്റോർ എനർജി. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയും, മാഗ്നറ്റിക് ഫീൽഡും എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയും. സോ ദേ ക്യാൻ ക്യാരി എനർജി. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡിന് എനർജി ക്യാരി ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനും എനർജി ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ മൊമെന്റും എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ചെയ്യാൻ കഴിയും. ദ എനർജി ഈസ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, സർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ആർക്കാണ് കൂടുതൽ എനർജി ഉള്ളത്? ഇലക്ട്രിക് ഫീൽഡിനാണോ മാഗ്നറ്റിക് ഫീൽഡിനാണോ? അപ്പൊ ഞാൻ പറയും മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനാണെങ്കിൽ രണ്ടുപേരുടെ എനർജി ഈക്വൽ ആയിട്ടാണ് പാർട്ട് ചെയ്യുന്നത്. അതായത് ആകെ എനർജി പകുതി എനർജി ആര് കൊടുക്കും? ആ ഇലക്ട്രിക് ഫീൽഡും പകുതി എനർജി ആര് കൊടുക്കും? മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കും. മനസ്സിലായോ? സോ നമുക്ക് എനർജി ഡെൻസിറ്റി പഠിച്ചില്ലേ മക്കളെ? നിങ്ങൾ എനർജി ഡെൻസിറ്റി പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ? ഒരു കപ്പാസിറ്ററിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന എനർജി ഡെൻസിറ്റി പറഞ്ഞു തന്നേ. കപ്പാസിറ്ററിന്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി പറഞ്ഞാൽ നമുക്ക് വേറെ പേജ് വരയ്ക്കാം. ഇതിൽ ഒറ്റ പേജ് വരയ്ക്കുന്നില്ല, വേറെ പേജ് വരയ്ക്കാം. ഒരു കപ്പാസിറ്റർ എടുക്കാൻ പോവാണ്. ഇതൊരു കപ്പാസിറ്റർ ആണ് മക്കളെ. കപ്പാസിറ്ററിനകത്ത് എന്തുണ്ടാ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ആരെ ശേഖരിക്കും? ഇലക്ട്രിക് എനർജി. ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക് എനർജി. സോ എനർജി ഡെൻസിറ്റി എത്രയാണ്? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിലേക്ക് ശേഖരിച്ച എനർജി, ഒരു യൂണിറ്റ് വോളിയത്തിൽ ശേഖരിച്ച എനർജി
എനർജി ഡെൻസിറ്റി എത്രയായിരുന്നു? ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആയിരുന്നു. ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആയിരുന്നു. അതുപോലെയാണെങ്കിൽ ഒരു കമ്പിച്ചിട്ട് എടുത്താൽ, ഇൻഡക്ടർ ക്യാൻ സ്റ്റോർ എന്താണ്? മാഗ്നറ്റിക് എനർജി. കാര്യം എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഇതിനകത്ത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയും? മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ സ്റ്റോർ മാഗ്നറ്റിക് എനർജി. സോ നോക്കേ, ഒരു യൂണിറ്റ് വോളിയം എടുത്തു. നോക്കേ, ഒരു യൂണിറ്റ് വോളിയം എടുത്തു. ഈ ഒരു യൂണിറ്റ് വോളിയത്തിന് എനർജി ഡെൻസിറ്റി എത്രയാണ്? എനർജി ഡെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ്. ഈ എപ്സിലോൺ 0ക്ക് പകരം പറയണം μ0 താഴെ പറയണം. E സ്ക്വയറിന് പകരം പറയണം B സ്ക്വയർ എന്ന് പറയണം. പഠിച്ചില്ലേ മക്കളെ? ഹാഫ് B സ്ക്വയർ ഡിവൈഡ് ബൈ μ0 നമ്മൾ പഠിക്കുകയാണ്. ഈ രണ്ട് ഡെറിവേഷനുകളാണെങ്കിൽ, ഒരു ഡെറിവേഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ചതാണ്, സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചതാണ്. ഈ ഡെറിവേഷൻ ആണെങ്കിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലും ഞാൻ പഠിപ്പിച്ചതാണ്. സോ നമുക്ക് എനർജി ഡെൻസിറ്റി, ഇതിൽ ഏത് എനർജി ഡെൻസിറ്റിയാണ് വലുത്? രണ്ടും ഈക്വൽ ആണ്. രണ്ടും എന്താണ് മക്കളെ? ഈക്വൽ ആണ്. മനസ്സിലായോ? രണ്ട് എനർജി ഡെൻസിറ്റിയും ഈക്വൽ ആണ്. ഇത് രണ്ടിൻ്റെയും കൂടെ തുകയാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി പറയുന്നത്. സോ ഇവനെ എനർജി ഡെൻസിറ്റി കൊടുക്കും, ഇവനെ എനർജി ഡെൻസിറ്റി കൊടുത്തും, ഇതിന്റെ തുകയാണെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? ശരി. സോ ദേ ക്യാൻ ക്യാരി എനർജി ആൻഡ് മൊമെന്റം. മൊമെന്റം ക്യാരി ചെയ്യാൻ കഴിയും. മൊമെന്റത്തിന്റെ ഇക്വേഷൻ കാണിച്ചു തരാം. മൊമെന്റം സാധാരണ മൊമെന്റം അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇതൊരു പ്ലേറ്റ് ആണെന്ന് കരുതിക്കും. ഇതൊരു പ്ലേറ്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇങ്ങനെ വരികയാണ്, പ്ലേറ്റ് വന്ന് ഇടിക്കാൻ പോവുകയാണ്. സോ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഇവിടെ എനർജി കിട്ടും. ഈ പ്ലേറ്റ് എന്ത് കിട്ടും മക്കളെ? എനർജി U എന്ന എനർജി കിട്ടും. കണ്ടോ? ഇടിക്കുന്നതിന്റെ ഫലമായിട്ട് പ്ലേറ്റ് എന്ത് കിട്ടും? എനർജി കിട്ടും. ഇത് വരുന്ന സ്പീഡ് C എന്ന സ്പീഡിലാണ് വരുന്നത് കരുതിക്കും. അങ്ങനെയെങ്കിൽ മൊമെന്റം വിച്ച് ഈസ് ഈക്വൽ ടു, ഈ പ്ലേറ്റിന് കിട്ടിയ മൊമെന്റം വിച്ച് ഈസ് ഈക്വൽ ടു ഈ പ്ലേറ്റിലേക്ക് കൊടുത്ത എനർജി ഡിവൈഡ് ബൈ ഇതിന്റെ സ്പീഡാണ്. ഇനി പലപ്പോഴും ചിലപ്പം ഈ പ്ലേറ്റ് എന്തെന്നറിയാമോ? ഇതിനെയാണെങ്കിൽ റിഫ്ലക്ട് ചെയ്യിക്കും. കണ്ടോ? ഈ പ്ലേറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ റിഫ്ലക്ട് ചെയ്യിക്കും. അങ്ങനെ റിഫ്ലക്ട് ചെയ്യിച്ചാലോ ഇത് റിഫ്ലക്ട് ചെയ്യിച്ചാലോടാ ഈ പ്ലേറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇങ്ങനെ വരികയാണ്, ഇവിടെ തട്ടി തിരിച്ചു പോവുകയാണ് വിചാരിക്കും. സോ അങ്ങോട്ട് പോയി ഇടിച്ചിട്ട് തിരിച്ചു വരികയാണ്. അപ്പം മൊമെന്റം എന്ത് ചെയ്യും മക്കളെ? 2 ടൈംസ് മാറും. ശരിയാണോ? മൊമെന്റം എന്ത് ചെയ്യും? ഇവിടെ 2 ടൈംസ് മാറും. 2U ഡിവൈഡ് ബൈ C ആയിട്ട് മാറും. ഓക്കെ ആണോ? സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് മറ്റുള്ള വസ്തുക്കൾ എന്ത് കൊടുക്കാൻ കഴിയും? എനർജിയും അതുപോലെ മൊമെന്റവും കൊടുക്കാൻ കഴിയും. അവയ്ക്ക് രണ്ടും ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്. എനർജിയും ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്, മൊമെന്റവും ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ക്യാൻ പോളറൈസ്. മക്കളെ, പോളറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ഇൻ ദ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. പോളറൈസേഷൻ ട്രാൻസ്വേഴ്സ് വേവ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് പോളറൈസേഷൻ എന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനെപ്പറ്റിയാണെങ്കിൽ വിശദമായിട്ട് നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ പഠിക്കും. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വിൽ നോട്ട് ഡിഫ്ലക്ട് ഇൻ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ എന്ത് ചെയ്തില്ല? ഡിഫ്ലക്ട് ചെയ്യുകയില്ല. ഫോർ എക്സാമ്പിൾ ലൈറ്റ് വരികയാണ്, ലൈറ്റ് ഇങ്ങനെ വരികയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളാണെങ്കിൽ കാന്തം കൊണ്ടുവെക്കാൻ പോവുകയാണ്. ഇങ്ങനെ കാന്തം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല? ഈ ലൈറ്റ് ബെൻഡ് ചെയ്യുമോ? ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈറ്റ് ബെൻഡ് ചെയ്യുമോ? ഇല്ല. കണ്ടോ? അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വിൽ നോട്ട് ബെൻഡ് ഓർ ഡിഫ്ലക്ട് ഇൻ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്സ്. മനസ്സിലായോ? സോ എത്ര പ്രോപ്പർട്ടി ഉണ്ട്? 7 പ്രോപ്പർട്ടി. 1, 2, 3, 4, 5, 6, 7 പ്രോപ്പർട്ടി ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ 7 പ്രോപ്പർട്ടിയും നല്ല ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ മക്കളെ, സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.